ഹർഷ, ഏറെ നാൾക്ക് ശേഷം വീണ്ടും നമ്മളത് കേൾക്കുകയാണ്. SNDP NSS വീണ്ടും ഒന്നിക്കുന്നു. എത്ര നാളത്തേക്ക് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. എന്ത് തോന്നുന്നു? എത്ര നാളത്തേക്ക് എന്നതിനേക്കാൾ ഉപരി ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം. VD സതീശനെ തുടച്ചില്ലാതെയാക്കാൻ രാഷ്ട്രീയ കേരളത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് ഈ പറയുന്ന NSS SNDP സഖ്യം ചേരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ ഒരു ഐക്യത്തിന് എല്ലാവിധ സപ്പോർട്ടുകളും ലഭിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഒരിക്കലും NSSഉം SNDPയും തമ്മിൽ കൊമ്പ് കോർക്കില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നിച്ചെത്തിയാൽ മാസാണ് അല്ലേ? അതായത് വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം SNDPയുമായി ഐക്യത്തിനില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞിട്ട് 11 വർഷമായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോഴാണ് വീണ്ടും ഈ കൂട്ട് കൂടുന്നത്. 1976-ലും 2005-ലും ഒടുവിൽ 2012-ലുമാണ് NSSഉം SNDPയും ഐക്യത്തിന്റെ ശ്രമങ്ങൾ നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിൽ ന്യൂനപക്ഷങ്ങൾ പിടിമുറുക്കിയെന്ന് വിമർശിച്ചുകൊണ്ടായിരുന്നു 2012-ലെ അതായത് കൈകോർക്കൽ. പക്ഷേ ദേവസ്വം നിയമനം, സാമ്പത്തിക സംവരണം, മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം എന്നീ തർക്കങ്ങൾ 2 വർഷം കൊണ്ട് ഐക്യത്തെ പൊളിച്ചു. G. സുകുമാരൻ നായർ ഇത്രയും കൂടി അതായത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം ഇതായിരുന്നു. അതായത് ഇപ്പോൾ പറയുന്നത് എന്താണ്? മുൻപ് പറഞ്ഞതെല്ലാം പരസ്പരം ക്ഷമിച്ചുവെന്ന് പറഞ്ഞാണ് ഇരുവരും വീണ്ടും കൈകോർക്കുന്നത്. 4ാം തവണയും വീണ്ടും കൈകോർക്കുമ്പോൾ കേരളത്തിൽ VD സതീശനെ അല്ലെങ്കിൽ UDFനെ ഭരണത്തിൽ എത്തിക്കുക ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവർ നൽകുന്നത്. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ മത നേതാക്കന്മാർക്കെതിരെ VD സതീശൻ തുറന്നു പറയുന്ന ഒരു സാഹചര്യം. ഇതിനു മുൻപും അദ്ദേഹം ഇത്തരത്തിൽ മത നേതാക്കന്മാർ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുന്ന പല നേതാക്കന്മാർക്കെതിരെയും തുറന്ന് സംസാരിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളെയും ഈ പറയുന്ന മത സംഘടനാ നേതാക്കന്മാർക്ക് ഭയമായി തുടങ്ങി, അല്ലെങ്കിൽ LDFനെ ഭയമായി തുടങ്ങിയത് കൊണ്ട് ഒരു പക്ഷെ LDFനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണം ഇപ്പോഴുള്ള ഈ പുതിയ ഐക്യം ചേരലെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ VD സതീശന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി മതമല്ല, യഥാർത്ഥത്തിൽ ജനാധിപത്യമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളെയും ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് VD സതീശൻ വഹിക്കുന്ന സമയത്തോളം VD സതീശൻ എങ്ങനെയും തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഇന്നലെ പൂത്ത തകരയാണ് VD സതീശൻ, നായർ ഈഴവ ഐക്യം അനിവാര്യമാണ്, മറ്റ് സമുദായങ്ങളുടെ ആനുകൂല്യം പിടിച്ചു പറ്റാനില്ല. അതേസമയം G. സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്, സതീശനെ അഴിച്ചുവിട്ടാൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാവും. NSSഉം അല്ലെങ്കിൽ SNDP യോഗം ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ക്രോസ് ആയിട്ട് വീണ്ടും VD സതീശന്റെ സാരം പറഞ്ഞിട്ടുണ്ട്. സമുദായങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാവാൻ പാടില്ലെന്നതാണ് നിലപാട്. വ്യക്തിപരമായി ആർക്കും എന്നെ വിമർശിക്കാൻ, കഴമ്പുണ്ടെങ്കിൽ തിരുത്തും, സമുദായ നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം പറയും. അപ്പോൾ VD സതീശൻ അടുത്ത ഉറച്ച നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം G. സുകുമാരൻ നായരുടെ പത്രസമ്മേളനം ഉൾപ്പെടെ കണ്ടതാണ്. അല്ല, ഈ സുകുമാരൻ നായർ പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന VD സതീശനെ ഇങ്ങനെ തുറന്നു വിട്ടാൽ അത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് തിരിച്ചടിയാകുമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ, ഇതുപോലെ തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെയും ഇത്തരത്തിൽ പല മാധ്യമങ്ങളിലൂടെയും പലരും വന്ന് LDFനോട് ആവർത്തിച്ച് പറഞ്ഞത്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ തുറന്നു വിട്ടാൽ അത് LDFന് തിരിച്ചടിയാകുമെന്ന് പറഞ്ഞിട്ട് ആ സമയങ്ങളിലൊന്നും ഇവരത് അത് കേട്ടില്ല, അനുസരിച്ചില്ല, അംഗീകരിച്ചില്ല. അതിന്റെ തിരിച്ചടിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇത്തരത്തിൽ NSSനെയും SNDPയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് VD സതീശനെതിരെ കളിച്ചുകൊണ്ട് നിയമസഭയിൽ സീറ്റ് പിടിക്കാനും അല്ലെങ്കിൽ വിജയം വീണ്ടും ഉറപ്പാക്കാനുമുള്ള നീക്കമാണ് LDF നടത്തുന്നതെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയോ അല്ലെങ്കിൽ സുകുമാരൻ നായരെയോ മാത്രം ചേർത്ത് പിടിച്ചത് കൊണ്ട് ഒരിക്കലും VD സതീശനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ സാമുദായിക മേഖലയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതിന്റെ വലിയ ഉത്തമ ഉദാഹരണമാണ്. നോക്കൂ, ഇതിപ്പോ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ KM മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ഒക്കെ ബിഷപ്പുമാർ പറയുന്നത് കേൾക്കുന്നു. LDFനെ ജയത്തിലേക്ക് എത്തിക്കാനായിട്ട് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൈകോർക്കുന്നു. നോക്കൂ, രാഷ്ട്രീയം അത്രത്തോളം മലീമസമായപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ NSSന്റെയും SNDPയുടെയും അധ്യക്ഷന്മാർ, അവരുടെ
സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ടാണല്ലോ സുകുമാരൻ നായർക്കെതിരെ പോലും അദ്ദേഹത്തിന്റെ സമുദായത്തിലെ തന്നെ പലരും എതിരെ കൊടിയെടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ എതിരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും എസ് എൻ ഡി പിയോട് ചേർന്ന് നിൽക്കുന്ന പല പ്രവർത്തകരും പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ആരുടെ കൂടെ എന്ന് നോക്കിയല്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്തു എന്ന് കരുതി ഞങ്ങൾ ആരും CPM-ലേക്ക് പോകണമെന്ന് ഉറപ്പില്ല. ഈ പറയുന്ന മത നേതാക്കന്മാരുടെ ഓരോ നീക്കങ്ങളെയും സമുദായങ്ങളിലെ അല്ലെങ്കിൽ ഈ പറയുന്ന മതങ്ങളിലെയും പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത രീതിയിലാണ്. ഇതെല്ലാം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൈകോർത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സമുദായങ്ങൾ തമ്മിലുള്ള കൈകോർക്കലല്ല, മറിച്ച് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, കുറച്ച് നാളുകൾക്ക് മുൻപ് പറയുന്നു ഒരിക്കലും SNDP-യുമായി കൈകോർക്കില്ല, ഞങ്ങൾ അതുമായി ഒരിക്കലും ചേർന്ന് പോയില്ലെന്ന് പറയുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സുകുമാരൻ നായരുടെ ഇഷ്ടപ്രകാരം വീണ്ടും വെള്ളാപ്പള്ളിയുമായി കൈകോർക്കുന്നു. പൊതുജനങ്ങൾ എന്താ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അഭിരുചികളിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ഈ സാമുദായിക നേതാക്കൾ അതായത് കൈ കടത്തുന്നത് ശരിയാണ്? ഒരിക്കലും അല്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ തീരുമാനിക്കുന്നതല്ല ജനങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ മതസംഘടനകളിലോട് ചിലപ്പോൾ തുറന്ന് എതിർത്താൽ ചിലപ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നീടുള്ളത് കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ട് ഒരുപക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ മൗനസമ്മതത്തോടു കൂടി നിന്ന് കൊടുക്കുമായിരിക്കാം ഒരുപക്ഷെ പൊതുജനങ്ങൾ. പക്ഷേ അവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന സാഹചര്യത്തിൽ അവർക്കുള്ള രാഷ്ട്രീയം, അവരുടെ മനസ്സിലെ അവരുടെ രാഷ്ട്രീയം എന്താണോ അവിടെ ആയിരിക്കും അവർ വോട്ട് കുത്തുന്നത്. അതിപ്പോൾ ഈ പറയുന്ന മതസംഘടനകൾ മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പ്രകാരമാണെങ്കിൽ CPM-നോട് ചേർന്ന് നിൽക്കുന്ന നല്ല CPM പ്രവർത്തകർ പോലും ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ CPM-ന് വോട്ട് കുത്താൻ മടിച്ചുകൊണ്ട് UDF-ന് വോട്ട് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ NSS-ഉം SNDP-യും ഒരുമിച്ച് കൈകോർത്താൽ കഴിഞ്ഞ ദിവസം NDTV-യുടെ സർവേ ഒക്കെ വന്നു 22% ആൾക്കാരാണ് VD സതീശന് പിന്തുണ നൽകുന്നത്. അത്തരത്തിൽ VD സതീശന് ഇപ്പോൾ ഇവർ ഒരുമിച്ച് നിന്നാൽ അങ്ങനെ വീണു പോകുന്ന ഒരു വ്യക്തിയാണോ VD സതീശൻ? ഒരിക്കലും അല്ല. അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഒരു കാര്യങ്ങൾക്കൊന്നും ഒരുപക്ഷെ ഈ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് പിണറായി വിജയനെതിരെ എന്ന് പറഞ്ഞാൽ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾക്കുള്ളിൽ നിന്നും ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്യാപ്സ്യൂളുകൾ പുറത്തു വന്നുകൊണ്ട് പൊതുജനങ്ങളുടെ വികാരത്തെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സൈബർ ഹാൻഡിലുകളിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പേജുകളിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നില്ല എന്നതിൽ കൃത്യമായ ബോധ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൈകോർക്കൽ ഒരിക്കലും VD സതീശനെയോ കോൺഗ്രസിനെയോ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. പഠിച്ച പണി 18 നോക്കിയിട്ടും VD സതീശനെ പറവൂരിൽ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് യഥാർത്ഥത്തിൽ LDF-ഉം ഈ പറയുന്ന മതസംഘടനകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയെ രംഗത്തിറക്കിക്കൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി പറവൂരിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ NSS-ഉം SNDP-യും തമ്മിൽ ചേർന്ന് പോകുമ്പോൾ അതിന്റെ പുതിയ നീക്കങ്ങളിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി ഉത്തരവാദിത്തപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ LDF-നാണ് പ്രധാനമായും VD സതീശനെ തോൽപ്പിക്കണം എന്നുള്ള ആവശ്യമുള്ളത്. അതിനുവേണ്ടി BJP-യിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി വരുന്നു. അതിനുവേണ്ടി LDF-നോട് ചേർന്ന് നിൽക്കുന്ന NSS-ഉം SNDP-യും കൈകോർക്കുന്നു. ഇതെല്ലാം നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ അത്രയ്ക്ക് വലിയ സംഭവമാണോ VD സതീശൻ? ഇപ്പോൾ അവർ VD സതീശനെ ഭയക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വലിയ സംഭവം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പോ തലേന്ന് മറ്റേ പൊട്ടി വിടറാനുള്ള സാധനമായി. അതെ, ഇന്നിനിപ്പോൾ വീണ്ടും ഇത് പറയുമ്പോൾ ട്രോൾ പേജുകളിൽ CPM-ന്റെ ട്രോൾ പേജുകളിലൂടെ എന്റെ തലയിലൂടെ പിണറായി വിജയൻ ആരെയും തോൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ട്രോളുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. പറവൂരിൽ VD സതീശൻ തന്നെ വിജയിക്കുമെന്നും കേരളത്തിൽ UDF-ന്റെ ഒരു തരംഗം ഉണ്ടാകുമെന്നും കൃത്യമായി CPM-ന് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ VD സതീശനെതിരെ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിജയത്തിന് വേണ്ടി വിരളി പൂണ്ട് നടക്കുകയാണ് VD സതീശൻ എന്ന്. ഇപ്പോൾ വിരളി പൂണ്ട് നടക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പറയുന്ന NSS-ഉം SNDP-യും അല്ലെങ്കിൽ BJP-യുടേത് എന്ന് പറയപ്പെടുന്ന BDJs-ഉം ഒക്കെ തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഇനി ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതുമായി വീണ്ടും ചർച്ചയ്ക്കിരിക്കാം.